സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികളും പ്രളയത്തിലുമായി 60-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ദില്ലിയിൽ വെള്ളക്കെട്ടിൽ വീണ് 7 വയസ്സുകാരൻ മരിച്ചു. അരുണാചൽ പ്രദേശിലെ 6 ജില്ലകളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം വീടുകളും റോഡുകളും തകർന്നു. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം കള്ളാടി മണ്ണിടിച്ചിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. ഇന്നലെ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. NDRF, അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. നിലവിൽ സോൺ 1, 3 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വ്യാപക തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അതേസമയം കരാർ കമ്പനിയുടെ ഗുരുതര അനാസ്ഥ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സുരക്ഷാ ഭീതിയിൽ വിള്ളലെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് നിർമ്മാണ കമ്പനി അവഗണിച്ചു എന്നാണ് കണ്ടെത്തൽ. അന്വേഷണം പുരോഗമിക്കുകയാണ്. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണ ചുമതലയുള്ള ദിലീപ് ബിൽകോണിന് ജൂൺ 14-ന് GSI റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് കമ്പനി അവഗണിച്ചു എന്നാണ് കണ്ടെത്തൽ. GSI റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. റോക്ക് നെയിലിംഗ് വേണ്ട സ്ഥലത്ത് സോയിൽ സെയിലിംഗ് നടത്തിയതായുള്ള സാങ്കേതിക പിഴവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മതിയായ വെള്ളം വാർന്നു പോകാനുള്ള മതിയായ ദ്വാരങ്ങൾ, വീക്ക് ഹോൾ ഇല്ലാതാക്കുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. മുന്നറിയിപ്പുകൾ അവഗണിച്ച് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് ഇതോടെ വ്യക്തമാവുന്നത്. സ്ഥല പരിശോധനയ്ക്കിടെ 1, 2, 3 ബെർമുകളിലെ വിള്ളലുകൾ ക്രമേണ വീതി വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ വിവിധ ബെഞ്ചുകളിലായി 1-ലധികം ചെറിയ മണ്ണിടിച്ചിലുകളും 4ാമത്തെ ബെർമിലെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ സമീപം സ്വാഭാവികമായി രൂപപ്പെട്ട വിള്ളലുകളുടെ ചെളി കലർന്ന വെള്ളം ശക്തമായി പുറത്തേക്ക് ഒഴുകുന്നതും ശ്രദ്ധയിൽപ്പെട്ടതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിള്ളലുകൾ ആഴത്തിലേക്ക് വ്യാപിച്ചിരിക്കുമെന്നാണ് കരുതുന്നത്. ഇവ മഴവെള്ളം മണ്ണിനുള്ളിലേക്ക് അതിവേഗം കടന്നു കയറുന്നതിനും ഭൂഗർഭജല സ്രവണത്തിനും മണ്ണിന്റെ ആന്തരിക മണ്ണൊലിപ്പിനും കാരണമാകുന്നു എന്നും റിപ്പോർട്ട് വിലയിരുത്തിയിട്ടുണ്ട്. 3-4 ബെർമുകൾക്കിടയിൽ ഭൂഗർഭത്തിലൂടെ വെള്ളം ഒഴുകുന്ന ശബ്ദം വ്യക്തമായി കേട്ടത് ഈ വിലയിരുത്തലിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.